തിരുവനന്തപുരത്ത് വർക്കലയിൽ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ട യുവതിയുടെ നില ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജിക്കൽ ICUവിൽ കഴിയുന്ന ശ്രീകുട്ടിക്ക് ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായം തുടരുകയാണ്. യുവതിയുടെ തലച്ചോറിൽ ചതവ് ഉണ്ടെന്നും ശരീരത്തിൽ 20-ലധികം മുറിവുകളുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. അതേസമയം റിമാൻഡിൽ കഴിയുന്ന പ്രതിക്കായി ഇന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് മദ്യപിച്ചെത്തിയ സുരേഷ് കുമാർ 19-കാരിയായ ശ്രീകുട്ടിയെ നടുവിന് ചവിട്ടി പുറത്തേക്കിട്ടത്. യുവതിയുടെ തലച്ചോറിനാണ് കൂടുതൽ പരിക്കേറ്റത്. തലച്ചോറിൽ ചതവുണ്ടെന്നും ശരീരത്തിൽ 20-ലധികം മുറിവുകൾ ഉണ്ടെന്നും കണ്ടെത്തി. ന്യൂറോ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളിലെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സംഘമാണ് ശ്രീകുട്ടിയെ ചികിത്സിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ സർജിക്കൽ ICUവിൽ കഴിയുന്ന ശ്രീകുട്ടിക്ക് ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായവും തുടരുകയാണ്. നിലവിൽ ശ്രീകുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ആന്തരിക രക്തസ്രാവമുള്ളതിനാൽ 48 മണിക്കൂർ നിരീക്ഷണത്തിലാണെന്നും ഡോക്ടർമാർ അറിയിച്ചു. അതേസമയം റിമാൻഡിൽ കഴിയുന്ന പ്രതി സുരേഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും. ശേഷം സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് നീക്കം. പ്രതിക്ക് വഴിമാറിക്കൊടുക്കാത്തതാണ് അക്രമത്തിന് കാരണമെന്നും പ്രതി മദ്യപിച്ചാണ് ട്രെയിനിൽ കയറിയതെന്നും പോലീസ് സ്ഥിരീകരിച്ചു. സുരേഷ് കുമാർ സ്ഥിരം മദ്യപാനും പ്രശ്നക്കാരനുമാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.